ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് ഇന്ന് സ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാനിന്നിവിടെ മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയർ മാംഗോയും അതേപോലെ സെക്കൻഡ് ലെയർ നമുക്ക് വാനില വെച്ചിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയൊക്കെ സ്കൂപ്പ് ചെയ്തുകൊണ്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഞാനിതേപോലെ ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അപ്പം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലോഡാവും, അപ്പോൾ നമുക്ക് തന്നെ ഇക്കാരം ബുദ്ധിമുട്ടാവുക. അപ്പോൾ അതവിടെ കഴിഞ്ഞതിന് ശേഷം അത് സെറ്റാക്കാൻ വെച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് കൂടുതൽ സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ തൈരും ഉപ്പിട്ടിട്ട് പിന്നെ മറ്റെന്താ പറയുക കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ല ഉള്ളത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി വെക്കുമ്പോഴാണെങ്കിലും ഞാൻ അധികം മസാലാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഗരം മസാല മാത്രം യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാൻ മെഷീനിൽ തുണികളിട്ടിട്ട് രണ്ടാമത്തെ ലെയർ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വാനില എസൻസ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. മെഷർമെൻ്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര പ്രൊഡക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിലേക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഹറിബറി ആയിട്ട് ചെയ്യാണ്. ആൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആളിപ്പോൾ എത്തും എന്നുള്ള രീതിയിൽ, ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹറിബറി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് ബാക്കി വന്ന ചെനാഗ്രാസും കൂടി ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാങ്ങ സ്കൂപ്പ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ ലെയറാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെറ്റാക്കണത്. കാണാൻ നല്ല ഭംഗിയല്ലേ, പിന്നെ കടിക്കാനും ഒരു പുളിയും മധുരമൊക്കെ കൂടി ഉണ്ടാകുമ്പം ഒരു രസമാവുമെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ ഞാൻ ആൾക്ക് മാംഗോ പുഡിങ്ങൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പൈനാപ്പിൾ പുഡിങ്, പിന്നെ വേറെ പല കസ്റ്റർഡ് പുഡിങ്, അങ്ങനത്തെയൊക്കെ ചിക്കു അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സീസൺ ആണല്ലോ, സീസൺ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ ഞാനിതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് ലെയറും കൂടി സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചോറിൻ്റെ പരിപാടിയിലോട്ട്. അപ്പോൾ ഇതവിടെ ഫ്രിഡ്ജിൽ കൂളാവാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിൻ്റെ പരിപാടികൾ നോക്കാം കേട്ടോ. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ ഗാർണിഷ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി മാത്രമല്ല കേട്ടോ, ക്യാരറ്റും. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ക്യാഷ്യും കിസ്മിസ് ഉണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതേ എണ്ണയിലിട്ടിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അതേ സമയം കൊണ്ട് നമുക്ക് ചോറും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഹറിബറി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് വറുക്കാനിട്ടിട്ട് ഞാൻ ഗരം മസാല ഒന്ന് പൗഡറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചോറിന് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കണം. പക്ഷേങ്കിൽ ഇതിന് എനിക്ക് എത്ര ഫ്ലേവർ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ പട്ട അത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഈ സിനമൺ എന്ന് പറയുന്ന സാധനം കുറച്ച് ക്വാളിറ്റി കുറഞ്ഞൊരു ഐറ്റമാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കുകയാണ്. ചോറ് ഞാൻ അവിടെ അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് സാലഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കിനും അവൾ എത്തി കേട്ടോ. ഞാൻ അവൾ എത്തിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അവളെത്തി, ഞാൻ അവളായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചോറിനുള്ള മസാല കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നത്. ആളിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട ഫിറ്റാക്കാനുള്ള ചാൻസസൊക്കെ നല്ലുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കയ്യിൽ കണ്ടില്ല നിങ്ങൾ, എൻ്റെ യൂസേജ് കൊണ്ട് ചിലപ്പം പാത്രം കേടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും ഞാനത് ചെയ്തു. അങ്ങനെ ചോറിന് കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോറ് വേവിക്കാൻ വെച്ചിട്ട് രണ്ടാമത് ഊറ്റാണ് കേട്ടോ ചെയ്തത്. അതിനിടയിൽ കൂടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഈ മസാലയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ ഇപ്പം മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും ഒന്ന് ചതച്ചങ്ങാണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ഇല്ലേ, അതാണ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്നിനും മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു മെഷർമെൻറ്റിൽ ചെയ്യാമെന്ന് മാത്രം. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല. കാരണം ഹറിബറി, അതാണ് വിഷയം. പിന്നെ കൂടെ തന്നെ കുറച്ച് തൈരും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് വെന്ത്
അതായത് തിളച്ചതിന് ശേഷം ഞാൻ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെ ചോറൊക്കെ കംപ്ലീറ്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ബാക്കി വന്നതൊന്നും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ കാണുമെന്നുള്ളതൊക്കെ അറിയില്ല. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഒന്നായി തട്ടിയതിന് ശേഷം കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നേരത്തെ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉള്ളിയും അതേപോലെ തന്നെ ക്യാരറ്റും അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ദമ്മിട്ടിട്ട് ഞാൻ ബാക്കിയുള്ള അടിക്കൽ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് വിളമ്പി തിന്നാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.